ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സ്പെഷ്യൽ ഡിഷാണ് മോദക്ക്. മോദക്ക് ഞങ്ങളെ മുംബൈൻ്റെ സ്പെഷ്യൽ ഡിഷാണ്. ഗണപതി ബപ്പ വന്നാൽ ഫസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്ന മോദക്കാണ്. ആദ്യം ഞങ്ങളെ വീട്ടിൽ ഗണപതി കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്തു. എന്നാലും ഞങ്ങളെ സൊസൈറ്റിയിൽ കൊണ്ടുവരുന്ന അനുസരിച്ച് ഞങ്ങൾ മോദക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുന്നത്. ഞാൻ തുടങ്ങാൻ പോയെന്ന് ഇതാണ് അരിപ്പൊടി, തേങ്ങ, രണ്ട് മുറിയുണ്ട് തേങ്ങ, ഇത് ഖസ്ഖസ്, ഇതാണ് ഏലക്കായ, ഇത് പൊടിച്ചെടുക്കണം. ഇതാണ് ജൈഫൽ, ഇതാണ് മഞ്ഞളുടെ ഇല. ഇല വേണമെങ്കിലും എടുക്കാം, പക്ഷെ മഞ്ഞളുടെ ഇല ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ബെല്ലം, നെയ്യ്, ഈ നെയ്യ് പേര് കമ്പനിയൊന്നും വേണ്ട. അടുപ്പത്ത് ഇതാ ചൂടുവെള്ളം വെച്ചു. ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് കേട്ടോ. ഇനി കുറച്ച് നെയ്യ് ഒഴിക്കാം. 2 സ്പൂൺ മതി, കാരണം അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ പൊടിക്കൊരു ടേസ്റ്റും കൊടുക്കും. ഇതൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്ക് ഇതാ ഞാൻ ഇത് പൊടിച്ച് കൊണ്ടുവരാം. പഞ്ചസാര ഇട്ട് പൊടിച്ചു. എന്താ ചീനച്ചട്ടിയിൽ നെയ്യ് ഇട്ടു. ഇത് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഉണ്ടാക്കുന്നത് ഞാനും എൻ്റെ അനിയൻ്റെ ഭാര്യയും കൂടിയാണ്. അപ്പം ഞങ്ങൾ രണ്ടാൾക്കും ഈ പണിയാണ്. അവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ആദ്യം വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോകാൻ വെച്ചിട്ട് हमारे यहाँ आवाज सुनने चार हुआ ना, ये भैया के घर पे लगाया है सिर्फ. ഇത് 2 മുറി പോരാ, 2-3 മുറി എടുത്തോ കേട്ടോ. ഞാൻ ആദ്യം ചിരകി വെച്ചിരുന്നു. 2 മുറിയാണ് പറഞ്ഞത്, പക്ഷെ കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ അകത്ത് ഫില്ലിങ്ങിന് നല്ലോണം തേങ്ങ വേണം. ഞാൻ ചീനച്ചട്ടിയും ചെറുതെടുത്തു, കാരണം ആദ്യത്തെ കണക്കനുസരിച്ചിട്ട് എനിക്ക് തെറ്റിയിട്ടുണ്ട്. 2 തേങ്ങ ഫുള്ളായിട്ട് എടുത്തോ. 2 തേങ്ങ എടുത്താൽ ഒരു 2 മുറി തേങ്ങയല്ലേ, അപ്പോൾ ആ ഒരു മുറിൻ്റെ കണക്ക് പിടിച്ചോ. 2 മുറി തെല്ലോ എടുക്കണം. കണക്കിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിള്ളേരെ വെച്ചെടുക്കാണ്ട് പുറത്ത് പോ. ചെറുക്കരുത്, ഇപ്പോൾ പുറത്ത്. ഇത് നല്ലോണം ഇളക്കണം. ബെല്ലം ഒന്ന് മെൽട്ടായാൽ മതി, നല്ലോണം വേവിക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഏലക്കായ പൊടിച്ചു, ജൈഫൾ വെച്ചിട്ടുണ്ട്. ജൈഫളൊന്ന് ചുരണ്ടി ഇടണം. ഇത് ഞാൻ അരിപ്പൊടി ചൂടുവെള്ളത്തിലിട്ട്, ഗ്യാസ് ഓഫ് ചെയ്യരുത്, ആ ചൂടോടെ തന്നെ ഇളക്കണം. കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെ.
ഗ്യാസ് ബന്ധാക്കണം. बंद नहीं किया हाँ അനിയൻ്റെ ഭാര്യ ഇവിടെ ഇളക്കുന്നു, ഞാൻ ഇവിടെ അപ്പുറത്ത് ഇളക്കുന്നു. അനിയൻ്റെ ഭാര്യയുടെ പേരാണ് ബീന. ബീന അത് അപ്പുറത്ത് ഇളക്കുന്നു, ഞാനിതാ ഇപ്പുറത്ത് ഇളക്കുന്നു. वो करी का है उधर ठीक से साफ होके जरा चेक कर. ഗണപതി സീസൺ വന്നാൽ നല്ല രസമാണ്. കയ്യില് ഓയ് തൈരിന്റെ അത് हाँ फुल्ली आगे ശരിക്കും മോദകിന് എക്സ്പേർട്ട് ബീനയാണ്. गिरा है भी ना देखो ऊपर से देखो. ഇത് ഏകദേശം ആയി. കസ്കസ് ഇടാൻ മറന്നു. അതാ പിന്നെ നെയ്യ് ചൂടാക്കിയിട്ട് കസ്കസ് ഇടുന്നുണ്ട്. നേരത്തെ മറന്നുപോയി. നേരത്തെ നെയ്യ് ഒഴിക്കുമ്പോൾ തന്നെ കസ്കസ് ചൂടാക്കേണ്ടതായിരുന്നു, അന്നേരം മറന്നു. ഇപ്പം വേറെ നെയ്യ് ചൂടാക്കിയിട്ട് കസ്കസ് ചൂടാക്കുന്നുണ്ട്. കസ്കസ് ഏകദേശം ആയിക്കഴിഞ്ഞു. ഇതാ അതിലിടുന്ന നീ ശരിക്കും ഇളക്കിയെടുക്കണം. ലേശം കൂടെ ചൂടായി കഴിയുമ്പം അതിൽ ഏലക്കായ പൗഡറും ജൈഫൽ ചുരണ്ടിയിടണം. ഈ ജൈഫലിന് ഗുണങ്ങളുണ്ട്. വയറ്റിൽ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ല, വയറ്റിൽ ഒരു പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ജൈഫൽ ഇടുന്നത്. കുറച്ച് പ്രത്യേക ടേസ്റ്റ് വന്നത് ലേശം ഇടുന്നത് നല്ലതാണ്. ഞങ്ങൾ ദിവാലിൻ്റെ പലഹാരം ഉണ്ടാക്കുമ്പം ഗണപതിക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാം കുറച്ച് ജൈഫൽ ഇടും. പൊടിയായി കഴിഞ്ഞു. പൊടിയെടുത്തു. ഇത് നല്ലോണം കുഴച്ചെടുക്കണം. ചപ്പാത്തീൻ്റെ മാവ് പോലെയല്ല, അതിനേക്കാളും നന്നായി കുഴക്കണം. നല്ല സോഫ്റ്റായിരിക്കണം, എന്നാലേ മോദക്കിൻ്റെ കറക്റ്റായിട്ട് വരുള്ളൂ. ബീന കുഴയ്ക്കാൻ തുടങ്ങി. ഒരു സൈഡ് ബീന, ഒരു സൈഡ് ഞാനും രണ്ടാളി പണിയെടുക്കുന്നു. ഇത് ഞങ്ങൾ 1 കിലോ പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് ഗണപതിക്കും കൊടുക്കാനുണ്ട്, പിന്നെ വീട്ടിൽ എല്ലാവർക്കും ടേസ്റ്റിനും കൊടുക്കാനുണ്ട്. ഗണപതിക്ക് നിവേദ്യമായിട്ട് വെക്കുമ്പം അത് ഓഡ് നമ്പറായിട്ട് വയ്ക്കും, 11 21. അപ്പം ഞങ്ങൾ 21 വെക്കുന്നുണ്ട്. ഏലക്കായ പൊടി ഇട്ടു. ജൈഫൽ ചുരണ്ടി ഇടുന്ന ഞാൻ. അധികം വേണ്ട, ഒരു അരമുറി മതി. ജസ്റ്റ് ഒന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഗുണങ്ങൾ. ഇതിന് ഡാൻസ് ഓണത്തിന് വേണ്ടി ഇട്ടതാണ്.
നമ്മളെ മാവ് ഇതാ ഏകദേശം കുഴച്ച് കഴിഞ്ഞു. बीजू का छोटा भाई, उसका बेटा आता है ट्यूशन के लिए, मराठी के लिए. हाँ ഇത് നിങ്ങളെ കയ്യിൽ പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഒഴിക്കാണ്ടിരിക്കുകയും ചെയ്യാം, രണ്ടും ആവാട്ടെ. വെള്ളം തൊട്ട് ആക്കിയാലും മതി, പക്ഷെ നെയ്യിട്ടാൽ പ്രത്യേകം ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് നെയ്യ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, ഇപ്പം പറ്റാണ്ടിരിക്കുന്ന കണ്ടില്ലേ, നെയ്യ് ഒഴിച്ചപ്പോൾ അത് ആവാണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളെ റെഡിയായി. നമ്മളിത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. കയ്യിലെടുത്ത് ഇങ്ങനെ റൗണ്ട് തിരിച്ച് ഞാൻ അതിൽ ഫില്ലിങ് ഇടും. ഫില്ലിങ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഫോൾഡിങ് ഉണ്ട്, ഫോൾഡ് ചെയ്യണം. കയ്യിൽ പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കൂടെ എണ്ണയിൽ നെയ്യ് പരട്ട, കയ്യിൽ വെള്ളം തൊടാം. നിങ്ങളിഷ്ടമാട്ടോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ റൗണ്ടാക്കി ഞങ്ങൾ ഫസ്റ്റ് മുതക്ക് റെഡിയായി. പുതിയ ജനറേഷൻ എന്താ മുതക്ക് ഉണ്ടാക്കുന്നത്. മഞ്ഞളുടെ ഇലയിൽ ഇല ഏതെങ്കിലും വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഈ അമ്മ പറഞ്ഞ ഈ ഇലയിൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്, അതുകൊണ്ടാണ് മഞ്ഞളുടെ ഇല എടുത്തിരിക്കുന്നത്. അതിൽ നെയ്യ് പരട്ടി ഇനി ആവി കയറ്റാൻ വേണ്ടി പോയിന്ന് എന്താ ഓരോന്ന് വെച്ചിട്ട്. അതൊന്ന് ഒരു പുതിയ ടിപ്സ് പറയട്ടാ, ഇത് എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഈ സാധനം ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് വെള്ളത്തിൽ മുക്കി ഇതിൻ്റെ അകത്ത് ഇട്ടാൽ പൊട്ടിപ്പിടിക്കൂല, പ്ലസ് പൊട്ടുമില്ല. ഇത് എത്ര വേണമെങ്കിലും വെക്കാം, പക്ഷേ തമ്മിൽ മുട്ടാൻ പാടില്ല. മുട്ടിക്കാണ്ട് വെക്കണം, മുട്ടിക്കാണ്ട് വെച്ചാലേ ശരിയാവുള്ളൂ. നമ്മൾ വലിയ പാത്രം ഉണ്ടെങ്കിൽ കുറേ വെക്കാം, നമ്മളെ ഇഡ്ഡലി പാത്രമല്ലേ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. സ്റ്റീമറുണ്ട്, സ്റ്റീമറുണ്ടുള്ള ഐഡിയ ഇല്ല, ഇഡ്ഡലി പാത്രം അതിൻ്റെ ഐഡിയ ഉണ്ട് നമുക്ക്. ഇത് 2 തട്ടിലാക്കി ഞങ്ങൾ വെക്കുന്നുണ്ട്. 2 ഇഡ്ഡലി പാത്രം വെച്ചിട്ട് രണ്ടും കൂടെ ഫുള്ളാക്കി വേഗം ആവുമല്ലോ, അതുകൊണ്ടാണ്. ഇപ്പോൾ ഏകദേശം ഇതായി. ഇപ്പോൾ ഇതൊന്ന് അടുപ്പത്ത് വെക്കട്ടെ. അടുപ്പത്ത് വെച്ചു. ക്ലോസ് ദ ലിഡ്. ആഫ്റ്റർ 5 minutes ഇതെടുക്കാം. എടുത്തു, ആയിക്കഴിഞ്ഞു. 5 minute മതി, 5 minute തന്നെ ഇതായിക്കോളൂ കേട്ടോ. അപ്പം നമ്മളെ മോദക്ക് റെഡി ആയി കഴിഞ്ഞു.
ഈ മോദകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് എൻ്റെ പ്രോത്സാഹനം എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. താങ്ക് യു. ഗണപതി ബപ്പ മോര്യ.